നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. പ്രതീക്ഷ പ്രവേശന പരീക്ഷകൾക്ക് പുതിയ മുഖം. ഈ വർഷം മുതൽ സമഗ്ര മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. നീറ്റ് UG ഉൾപ്പെടെയുള്ള പ്രവേശന പരീക്ഷകളുടെ നടത്തിപ്പിൽ കാര്യമായ മാറ്റം ഈ വർഷം മുതലുണ്ടാകുമെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചിരിക്കുന്നത്. പ്രവേശന പരീക്ഷകളെല്ലാം ഓൺലൈനാക്കുമെന്ന് ഉറപ്പാണ്. CET UG പരീക്ഷയിൽ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ തുടർച്ചയായി പ്രഖ്യാപിച്ച് വിവിധ പദ്ധതികളും ഈ വർഷം പ്രാബല്യത്തിൽ വരും. ഓൺലൈൻ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾക്കും മൾട്ടി ഡിസിപ്ലിനറി പഠനവും സജീവമാക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഈ വർഷം രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്ത് പ്രതീക്ഷിക്കാവുന്ന മാറ്റങ്ങളിൽ മറ്റു ചിലത് ഇവയാണ്. ക്ലാസ് കയറ്റം. 5-8 ക്ലാസ്സുകളിൽ വാർഷിക പരീക്ഷയിൽ വിജയിക്കാത്തവർക്ക് ഇനി ക്ലാസ് കയറ്റം നൽകേണ്ടതില്ലെന്നാണ് തീരുമാനം. മന്ത്രാലയം ഏതാനും ദിവസം മുൻപാണ് വിജ്ഞാപനം ചെയ്തത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്കൂളുകളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ സ്കൂളുകളിലും പുതിയ വ്യവസ്ഥ ഈ വർഷം പ്രാബല്യത്തിലാകും. പുതിയ പാഠ്യപുസ്തകങ്ങൾ. പുതിയ പാഠ്യപദ്ധതി ചട്ടക്കൂടിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ NCERT പുസ്തകങ്ങൾ 3-6 ക്ലാസ്സുകളിൽ കഴിഞ്ഞ വർഷം ലഭ്യമാക്കിയിരുന്നു. ബാക്കി ക്ലാസ്സുകളിൽ ഈ വർഷം പുതിയ പുസ്തകങ്ങൾ ലഭിക്കും. വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ. രാജ്യാന്തര ഗവേഷണ ജേണലുകൾ രാജ്യമാകെയുള്ള വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ പദ്ധതി ഇന്ന് ആരംഭിക്കും. സംസ്ഥാന യൂണിവേഴ്സിറ്റികളിൽ ഉൾപ്പെടെ രാജ്യത്തെ 1.8 കോടി വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ലഭിക്കുന്നതാണ് പദ്ധതി. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, കണക്ക്, മെഡിസിൻ, മാനേജ്മെൻറ്റ്, സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റിക്സ് എന്നീ മേഖലകളിൽ 13,400-ലേറെ രാജ്യാന്തര ജേണലിലാണ് പദ്ധതിയുടെ ഭാഗമായി ലഭിക്കുക. ഇന്ത്യയിൽ വിദേശ സർവകലാശാല. UK യൂണിവേഴ്സിറ്റി ഓഫ് സതാംപ്ടന്റെ ഇന്ത്യൻ ക്യാമ്പസ് ഈ വർഷം പ്രവർത്തനം ആരംഭിക്കും. PhD ഗവേഷണ അവാർഡ്. രാജ്യത്തെ മികച്ച PhD ഗവേഷകർക്കുള്ള അംഗീകാരം നൽകാൻ UGC തീരുമാനിച്ചത് കഴിഞ്ഞ വർഷമാണ്. ഇതിൻ്റെ നടപടികൾ ഇന്ന് ആരംഭിക്കും. വെബ്സൈറ്റ് ഇന്ന് അവതരിപ്പിക്കും. ഇന്ത്യൻ സർവകലാശാലകളെ മാതൃകാപരമായ ഗവേഷണ പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നതിനും അഭിനന്ദിക്കുന്നതിനുമാണ് PhD എക്സലൻസ് സിറ്റേഷൻ അവാർഡ് UGC പ്രഖ്യാപിച്ചത്. സയൻസ്, അഗ്രികൾച്ചർ സയൻസ്, മെഡിക്കൽ സയൻസ് ഉൾപ്പെടെയുള്ളതാണ്. എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, സോഷ്യൽ സയൻസ്, വിദ്യാഭ്യാസവും ഹ്യൂമാനിറ്റീസും ഉൾപ്പെടെയാണ്. ഇന്ത്യൻ ഭാഷകൾ, കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് എന്നീ 5 മേഖലകളിലായി 10 പേർക്കാണ് അവാർഡുകൾ. കോഴ്സ് ഘടനയിൽ മാറ്റം. ബിരുദ PG പഠനവുമായി ബന്ധപ്പെട്ട് UGC പ്രസിദ്ധീകരിച്ച നയങ്ങൾ ഈ വർഷം മുതൽ നടപ്പാക്കി തുടങ്ങും. ഇതിൻ്റെ ഭാഗമായുള്ള മാറ്റങ്ങൾ കോഴ്സുകളിൽ കാണാം. ഒരു വർഷ PG കോഴ്സ്, B.Ed കോഴ്സ് എന്നിവയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ ഈ വർഷം പ്രഖ്യാപിച്ചേക്കും. സ്കൂൾ തലത്തിലെ സെമസ്റ്റർ പരീക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഈ വർഷം വ്യവസ്ഥ വരും. പുതിയ പാഠ്യപദ്ധതി ചട്ടക്കൂടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് സ്കൂളുകളിൽ നടപ്പാക്കുന്നതിനും അന്തിമ തീരുമാനങ്ങൾ വരുന്നതാണ്. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.